നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ പാനിപൂരിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിക്കണം. നമുക്കിത് കുഴച്ച് കഴിയുമ്പോൾ അത് അറിയാൻ പറ്റുന്നത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ താണു പോണ രീതിയിൽ ആ ഒരു പാകത്തിന് കുഴച്ചാൽ മതി. പിന്നെ റവയാകുമ്പോൾ വെള്ളമൊക്കെ നല്ലോണം അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു നനഞ്ഞ തുണിയും കൊണ്ട് നന്നായിട്ട് ഇത് മൂടി വയ്ക്കാം. അത് മാവ് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യണത് പൂരിയുടെ ഉള്ളിൽ നിറയ്ക്കാനായിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനായിട്ട് മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി അത് ചെറുതായിട്ട് നുറുക്കിയെടുത്തത്. പിന്നെ ഒരു 1/4 കപ്പ് കടല വേവിച്ചത്, അത് ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. എരിവൊക്കെ വേണമെങ്കിൽ അവരവരെ അനുസരിച്ച് കൂട്ടിയൊക്കെ ഇടാം കേട്ടോ. 1 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 3ാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോണത്. അതിനായിട്ട് മധുരവും എരിവും പുളിയൊക്കെ ഉള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ പുളി പിഴിഞ്ഞു വെച്ചതാണിത്. ഒരു വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഇത് പിഴിഞ്ഞു വെച്ചിട്ട് വെള്ളം കൂട്ടിയാണ് പിഴിഞ്ഞേക്കണേ. അപ്പോൾ അത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 6 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചേക്കണതാണ്, അതും ഇട്ട് കൊടുക്കാം. ഇതിനിയൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. നമ്മുടെ ഈന്തപ്പഴമൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ശർക്കര പാനിയാണ് ചേർക്കേണ്ടത്. ഒരു 100 ഗ്രാം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഉപ്പ്. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് കുറുകി വരണം. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ അരച്ചെടുക്കണം. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു ഗ്രീൻ ചട്നിയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് 1 പിടി പുതിനയില, 1 പിടി മല്ലിയില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയൊക്കെ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു വലിയ പാത്രം വയ്ക്കാം. നമുക്ക് ഇതൊന്ന് അരിച്ചൊഴിക്കാം. എന്ന് വെച്ചാൽ മല്ലിയിലയുടെ ഒക്കെ തണ്ടോ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ തടയാതിരിക്കുമല്ലോ. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ചാട്ട് മസാല. ഇതൊരു നാരങ്ങ വലിപ്പം പുളിയുണ്ട്, അത് അരിച്ചെടുത്ത് വെച്ചേക്കണതാണ്. ഇത് തിളപ്പിച്ചതൊന്നും അല്ല, ചുമ്മാ കുതിർത്തി അരിച്ചെടുത്തത്. ഇങ്ങനെ ലൂസായിട്ടിരിക്കണം. ഇത് നമുക്ക് പൂരി മുക്കി എടുക്കാനുള്ളതാണ്. ഇതിൽ മാവ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതെ, നല്ലതായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 ഭാഗമാക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടി തൂകിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പരത്താവുന്ന അത്രയും വട്ടത്തിൽ പരത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന് കുറച്ച് കട്ടി വേണം. ഇത് കണ്ടോ, ഈ ഒരു കട്ടിക്കാണ് പരത്തിയെടുത്തേക്കണത്. പൂരി പൊങ്ങി വന്നെങ്കിൽ കുറച്ച് കട്ടി വേണം, തീരെ തിന്നായി പോകരുത്. ഇനി നമുക്കിത് ചെറിയ ഒരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുക്കാം. ഇത് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് നമുക്കൊരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ വിരിച്ച് വയ്ക്കാം. പൂരി മുഴുവനായിട്ടും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടായോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു കഷ്ണം ഇട്ട് നോക്കാം.
നല്ലോണം ചൂടായെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പൂരികൾ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് പൊളച്ച് വന്നിട്ടുണ്ട്. ഇത് കളറൊക്കെ മാറി വന്നേക്കണുണ്ടോ? അപ്പോൾ പൂരി എടുക്കാം. പൂരി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? നല്ല പൊടിഞ്ഞു പോകണ മാതിരിയായിട്ടുണ്ട്. നമുക്കിനി പൂരി സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതിൻ്റെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിടാം. പിന്നെ സ്വീറ്റ് ചട്നി, പിന്നെ നമ്മുടെ പാനി ഇരിക്കണതിൽ മുക്കിയിട്ട് കഴിക്കാം.